ഡിസംബർ മാസം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ വെക്കേഷനാണ്, ക്രിസ്മസ് ആണ്. പക്ഷെ നിങ്ങൾക്കറിയോ, ലോകമൊട്ടുക്കും ഹാർട്ടിന് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള മാസം ഡിസംബറാണ്. ഞാൻ തന്നെ എൻ്റെ പ്രാക്ടീസിൽ അത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ അറ്റാക്ക് വരുന്നത് കൂടുതലാണ്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരുന്നത് കൂടുതലാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. പല പഠനങ്ങളും കാണിച്ചിട്ടുള്ളത് ഡിസംബറിലെ അവസാനത്തെ ആഴ്ച ഹൃദയാഘാതത്തിൻ്റെ സാധ്യത 33% കൂടുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് കാണുന്നത് ക്രിസ്മസിന്റെ ദിവസവും അതിന്റെ തലേന്നും എന്നുള്ളതാണ്. വളരെ അത്ഭുതമുണ്ടല്ലേ? ഇതെല്ലാം അമേരിക്കയിലെ പഠനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ കാരണങ്ങളായിട്ട് ഈ പഠനത്തിൽ കാണിച്ചിട്ടുള്ളത് അമിതമായ ആൽക്കഹോൾ ഉപയോഗവും നമ്മുടെ ഫുഡിന്റെ കൺട്രോളൊക്കെ നഷ്ടപ്പെട്ട് വെക്കേഷനും ഹോളിഡേ ആയതുകൊണ്ട് അമിതമായി ഫുഡ് കഴിക്കുന്നത് കൊണ്ടും, പിന്നെ പല ആളുകൾക്കും ഈ ഒരു സമയത്ത് സ്ട്രെസ് വളരെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഡിസംബർ സമയത്തുള്ള ഒരു തണുപ്പ് ക്ലൈമറ്റ് ഹാർട്ടിനും രക്തോട്ടത്തിനും തീരെ നല്ലതല്ല. പിന്നെ ചില ആളുകൾക്കെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് മരുന്നുകളുടെ കറക്റ്റ് സമയത്ത് കഴിക്കാത്ത പ്രശ്നം ഡിസംബറിൽ വെക്കേഷന്റെ സമയത്ത് കണ്ടുവരും. ഈ പറഞ്ഞ ഡിസംബറിലെ പ്രശ്നങ്ങൾ കൂടുതലും കണ്ടുവന്നിട്ടുള്ളത് പ്രായമായവർക്കും ഷുഗർ ഉള്ളവർക്കും മുൻപേ ഹാർട്ടിന്റെ അസുഖം ബാധിച്ചവർക്കുമാണ്. മുൻപേ ഹാർട്ടിന്റെ അസുഖം ബാധിച്ചവർക്ക് പലർക്കും 50%-ലധികം ഹൈ റിസ്ക് ഡിസംബർ മാസത്തിൽ കണ്ടിട്ടുണ്ട്. മറ്റൊരു കാരണം ഡിസംബർ മാസത്തിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ അണുബാധ കൂടുന്നത് ഹൃദയത്തെ ബാധിക്കുന്നു. ഇതിനൊരു പ്രധാന കാരണം ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഡിസംബർ മാസം വരാൻ പോവാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളൂ.